ഹായ് എവരി വൺ. ഇന്നത്തെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് QoS. QoS എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഓഫ് സർവീസ്. ഈ പേരിൽ തന്നെ ഉണ്ട് ഇതിൻ്റെ ഡെഫിനിഷൻ. ചില പർട്ടിക്കുലർ സർവീസിന് ബെറ്റർ ക്വാളിറ്റി കിട്ടുന്ന രീതിയിൽ നമുക്ക് ട്രാഫിക്കിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു സിമ്പിൾ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു ലാൻ ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ ഒരു റൂട്ടർ വഴി എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ പല ആപ്ലിക്കേഷൻസും അല്ലെങ്കിൽ പല ആൾക്കാരും ഇൻ്റർനെറ്റിലേക്ക് പോകുന്നുണ്ടാവും. അപ്പം ഒരു സപ്പോസ് നമ്മൾ വിചാരിക്കുക, ഇവിടെ ഒരാൾ ടൊറൻ്റ് ഇട്ടിട്ട് ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യണം, ഒരു ഹൈ മൂവി, ഒരു വളരെ ബാൻഡ് വിഡ്ത്ത് യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ടൊറൻ്റ്, നമുക്കറിയാം. അപ്പം ഈ ടൊറൻ്റ് ഇട്ടിട്ട് ഇയാൾ ഒരു വലിയ മൂവി ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ നമ്മളെ മാനേജർ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മളൊരു മെയിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ടാവും. അപ്പം അതേപോലെ തന്നെ നമ്മളെ നോർമൽ യൂസേഴ്സൊക്കെ പല പല രീതിയിലുള്ള അവരുടെ ആപ്ലിക്കേഷൻസൊക്കെ റൺ ചെയ്യാൻ നോക്കുന്നുണ്ടാവും. അപ്പോൾ ഈ എല്ലാ ട്രാഫിക്കും കൂടെ ഈ ബാൻഡ് വിഡ്ത്തിന്, ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു ഇൻ്റർനെറ്റിൻ്റെ ബാൻഡ് വിഡ്ത്തിന് വേണ്ടി എന്ത് ചെയ്യാണ്, കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ടൊറൻ്റ് ഭയങ്കര ബാൻഡ് വിഡ്ത്ത് ഇൻറ്റൻസീവായിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ബാക്കിയുള്ള എല്ലാവരുടെ ട്രാഫിക്കിനെയും അത് എഫക്റ്റ് ചെയ്യുകയും അവരുടെ യൂസേജ് വളരെ സ്ലോ ആയിരിക്കുകയും ചെയ്യും. അവരുടെ കണക്ഷൻ വളരെ സ്ലോ ആയിട്ടുള്ളതായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. സപ്പോസ് നമ്മൾ വിചാരിക്കുക, ഇവിടെ നിന്ന് ഒരാൾ IP ഫോൺ വഴി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോൾ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. അവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോളായിരിക്കാം, പക്ഷേ അത് ചിലപ്പം കണക്ഷൻ വളരെ എന്താ പറയുക, സ്ലോ ആവാനും അവരുടെ കോൾ ചിലപ്പം ഇൻറ്ററപ്റ്റ് ആവാനും കട്ടാവാനും ചിലപ്പം നോയ്സ് കയറി വരാനും ഒക്കെയുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ഈ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മളെ റൂട്ടറിനകത്ത് ഒരു QoS ഇംപ്ലിമെൻ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, നമുക്ക് ഈ QoS ഈ റൂട്ടറിനകത്ത് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പറയാം ഈ ബാൻഡ് വിഡ്ത്തിൻ്റെ എത്ര പെർസെൻറ്റേജ്. ഓക്കെ, അപ്പോൾ സപ്പോസ് നമുക്ക് വിചാരിക്കാം ടൊറൻറ്റിൻ്റെ ട്രാഫിക്കിന് വേണ്ടി ബാൻഡ് വിഡ്ത്തിൻ്റെ 10% മാത്രമേ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ പാടുള്ളൂ. അതിന് മുകളിലേക്ക് യൂട്ടിലൈസേഷൻ വന്നാൽ ആ ട്രാഫിക്കിനെ നിങ്ങൾ ബ്ലോക്ക് ചെയ്തേക്കൂ. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വോയിസ് ട്രാഫിക്കിന് വേണ്ടി നിങ്ങൾ എപ്പോഴും നെറ്റ്വർക്കിനകത്ത് കഞ്ചഷൻ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ബാൻഡ് വിഡ്ത്തിൽ കഞ്ചഷൻ വരുന്ന സമയത്ത് നിങ്ങൾ 50% ഓഫ് ദ ബാൻഡ് വിഡ്ത്തെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, വോയിസ് ഓവർ IP ട്രാഫിക്കിന് വേണ്ടി നിങ്ങൾ മാറ്റി വെക്കണം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ERP ആപ്ലിക്കേഷൻ ഉണ്ട് വിചാരിക്കാം. ഈ ERPൻ്റെ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്ര പെർസെൻറ്റേജ് ഓഫ് അല്ലെങ്കിൽ ഒരു സപ്പോസ് ഒരു X% ഓഫ് ബാൻഡ് വിഡ്ത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവർക്ക് വേണ്ടി നിങ്ങൾ റിസർവ് ചെയ്ത് വെക്കണം എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൂട്ടറിനോട്. ഒരു റൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂട്ടറിന് മാത്രം കേസിലാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, പക്ഷേ ഇത് നമുക്കൊരു എൻ്റയർ നെറ്റ്വർക്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. QoS എന്ന് പറയുന്നത് റൂട്ടറിനകത്താണെങ്കിലും സ്വിച്ചസിനകത്താണെങ്കിലും ഏത് ഡിവൈസിലും നമുക്കിത് കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഒരുപാട് QoS ടൂൾസ് ഉണ്ട്, അതൊക്കെ നമ്മളതിൻ്റെ അഡ്വാൻസ്ഡ് ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നതാണ്. പക്ഷേ QoS എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ ചില ട്രാഫിക്കിന് ബെറ്റർ പെർഫോമൻസ് കിട്ടുന്ന രീതിയിൽ കോൺഫിഗറേഷൻ ചെയ്ത് കൊടുക്കുകയാണ് നെറ്റ്വർക്ക് ഡിവൈസിനകത്ത്. ഇപ്പോൾ നോർമലി ഈ കോൺഫിഗറേഷൻ നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഡയഗ്രത്തിൽ വേണ്ട ബാൻഡ് വിഡ്ത്ത് വിത്ത് നോ QoS, ക്വാളിറ്റി ഓഫ് സർവീസ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പല തരത്തിലുള്ള ട്രാഫിക്കുകൾ വരുന്ന സമയത്ത് ഏതിനാണ് പ്രിഫറൻസ് കിട്ടുക എന്നുള്ളതില്ല. അപ്പം ഭയങ്കരമായിട്ട് ബാൻഡ് വിഡ്ത്ത് യൂട്ടിലൈസേഷൻ ചെയ്യുന്ന ചില ട്രാഫിക്കുകൾ വരുന്ന സമയത്ത് നോർമൽ ട്രാഫിക്കുകളെ അത് ഡ്രോപ്പ് ചെയ്യപ്പെടാനൊക്കെയുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ട്. ഓക്കെ, നേരെ മറിച്ച് QoS നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇന്ന ട്രാഫിക്കിന് ഇത്ര പെർസെൻറ്റേജ് ഓഫ് ബാൻഡ് വിഡ്ത്ത് നിങ്ങൾക്ക് റിസർവ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന ട്രാഫിക്കിന് ഇതിലും കൂടുതൽ ബാൻഡ് വിഡ്ത്ത് വരുന്ന സമയത്ത് നിങ്ങളതിനെ കട്ട് ചെയ്യണം, ട്രാഫിക് ഷേപ്പിംഗ് ചെയ്യാം, ട്രാഫിക് പോലീസിങ് ചെയ്യാം.
ബാൻഡ് വിഡ്ത്ത് റിസർവേഷൻ ചെയ്യാം. അങ്ങനെ പല ടൂൾസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, QoSനകത്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് പരിഗണിക്കേണ്ട ട്രാഫിക്കിന് കൂടുതൽ ബാൻഡ് വിഡ്ത്ത് കിട്ടുന്ന രീതിയിലുള്ള കോൺഫിഗറേഷൻ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ QoS എന്ന് പറയുന്ന ഫെസിലിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, QoS ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി തന്നെയാണ്. CCNA അതിൻ്റെ ടൂൾസ് എന്തൊക്കെയാണെന്ന് പഠിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിൻ്റെ കോൺഫിഗറേഷൻ ലെവലിലൊക്കെ ഉള്ള കാര്യങ്ങൾ മെയിൻലി CCNP ലെവലിലാണ് നമ്മൾ കൂടുതൽ കവർ ചെയ്യുന്നത്. CCNA അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ QoS, വാട്ട് ഈസ് QoS എന്നൊരു CCNA ലെവൽ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, QoS is a way to prioritize selected network traffic for a better performance എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ QoS manages bandwidth to improve service for important data എന്ന് പറയാം. അല്ലെങ്കിൽ QoS ensures critical applications get priority on the network. അപ്പോൾ ക്രിട്ടിക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളെ കമ്പനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ, ഇപ്പോൾ ERP ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അതേമാതിരി തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോൺ കോൾസ്, അതായത് വോയിസ് ഓവർ IP എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് എന്തുണ്ടാവാം, സാധാരണ രീതിയിൽ നടക്കുന്നൊരു എന്താ പറയുക, ഒരു അപ്ഡേഷൻസ്. ഓക്കെ, ഒരു വിൻഡോസിൻ്റെ അപ്ഡേഷൻ നടക്കുകയാണ്, അത് കുറച്ച് സ്ലോ ആയാലും കുഴപ്പമില്ല. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫയൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം, അതിനകത്ത് കുറച്ച് സ്ലോനെസ് വന്നാലും ഫയൽ ഡൗൺലോഡിങ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് നടന്നാൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ട്രാഫിക്കിന് പരിഗണന കുറച്ച് കൊടുക്കുകയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വോയിസ് ഓവർ IP അല്ലെങ്കിൽ ERP ട്രാഫിക്കിനൊക്കെ ക്രിട്ടിക്കൽ ആപ്ലിക്കേഷൻസിനൊക്കെ പ്രിഫറൻസ് കൂടുതൽ കൊടുക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസമാണ്. പിന്നെ അതേമാതിരി QoS റെഡ്യൂസ് ഡിലേസ് ഫോർ ഹൈ പ്രയോറിറ്റി ട്രാഫിക് ലൈക്ക് വോയിസ് ആൻഡ് വീഡിയോ. വോയിസിനും വീഡിയോയ്ക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഡിലേ കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ റൂട്ടർ ശരിക്കും നമുക്ക് എന്താ ശരിക്കും ചെയ്യുന്നത്, ഇപ്പോൾ റൂട്ടറിനകത്ത് നമ്മളിപ്പോൾ സപ്പോസ് ഒരു ഇൻ്റർഫേസ് ഉണ്ടെങ്കിലും ഈ ഇൻ്റർഫേസിന് ഒരു ഹാർഡ്വെയർ ക്യൂവും ഒരു സോഫ്റ്റ്വെയർ ക്യൂവും ഉണ്ട്. ക്യൂ എന്ന് പറഞ്ഞാൽ അറിയാലോ, ആൾക്കാരിങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സ്ഥലം. ഓക്കെ, അപ്പം ഈ ക്യൂസിനകത്ത് പാക്കറ്റുകൾ വന്ന് ഇങ്ങനെ വരിക്ക് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ ക്യൂവിൽ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വെയിറ്റിംഗ് ടൈം നമുക്ക് VIP വരുന്ന സമയത്ത് ഒരു ക്യൂവിൽ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഇപ്പോൾ ഒരു എന്താ പറയുക, VIP വരുന്ന സമയത്ത് അവർക്കൊരു കൂടുതൽ പരിഗണന കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഒരു ക്യൂവിലൊന്നും അവർക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അവർ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ അവരെടുത്തിട്ട് എന്ത് ചെയ്യും, സെൻഡ് ചെയ്യും. അതേമാതിരി തന്നെ ഈ ക്യൂവിൽ സോഫ്റ്റ്വെയർ ക്യൂവിലാണെങ്കിലും ഹാർഡ്വെയർ ക്യൂവിലാണെങ്കിലും നമുക്ക് പറയാം വോയിസിന് ട്രാഫിക്കാണ് ഇവിടെ വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് ക്യൂവിൻ്റെ ബാക്കിലാണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം, അയാളെ ഫസ്റ്റ് സെൻഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ കോൺഫിഗറേഷൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ഡിലേ. നമുക്ക് ഡിലേ സെൻസിറ്റീവ് ആയിട്ടുള്ള ട്രാഫിക്ക് വരും. ഇപ്പം വോയിസ് ഓവർ IP എന്ന് പറയുന്നതും വീഡിയോ കോൺഫറൻസിംഗ് എന്നൊക്കെ പറയുന്നത് ഡിലേ സെൻസിറ്റീവ് ആയിട്ടുള്ള ട്രാഫിക്കുകളാണ്. അപ്പോൾ അവർക്ക് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കാം, അവരെ ക്യൂവിൻ്റെ ഏറ്റവും ഫ്രണ്ടിലേക്ക് എടുത്തിടാം നമുക്ക് എപ്പോൾ അവർ വന്നാലും. ഓക്കെ, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതേമാതിരി തന്നെ ഇറ്റ് ഈസ് എ ടെക്നിക് ടു കൺട്രോൾ ട്രാഫിക് ആൻഡ് ഇംപ്രൂവ് യൂസർ എക്സ്പീരിയൻസ്. പിന്നെ QoS ഹെൽപ്പ് പ്രിവെൻറ്റ് നെറ്റ്വർക്ക് കൺജഷൻസ് ബൈ മാനേജിങ് ഡാറ്റ ഫ്ലോ. പിന്നെ QoS is a method to guarantee reliable performance for essential services. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഇതിനെ ഡിഫൈൻ ചെയ്യാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഏതെങ്കിലും ഡെഫിനിഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക, നിങ്ങൾ നോട്ടിനകത്ത് എഴുതി വെക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു പ്രിപ്പറേഷൻ, നിങ്ങൾ പഠിക്കുന്നത് പോലെയല്ല. ഓക്കെ, അതായത് നമ്മൾ മെയിനായിട്ട് ഇപ്പം ഒരു CCNAയിൽ നമുക്ക് അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇതിനകത്ത് കുറേ കൺസെപ്റ്റുകൾ നമ്മൾ പഠിച്ചു വെക്കും. പിന്നെ അതിനകത്ത് നമ്മൾ മാസ്റ്റർ ചെയ്യാൻ വേണ്ടി നമ്മളതിൻ്റെ എക്സാം ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും, നല്ലൊരു ക്ലാരിറ്റി കിട്ടും. അതിനുശേഷം നമ്മൾ ഇൻ്റർവ്യൂ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് അവർ സ്വാഭാവികമായിട്ടും അതൊരു പ്രസൻറ്റേഷൻ, ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പ്രസൻറ്റേഷനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ നമുക്ക് അതായത് ആദ്യമേ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള ആൻസേഴ്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, വളരെ കൃത്യമായിട്ട് നമുക്ക് അതിനെ ആൻസറിങ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എന്തായാലും ഒരു ബുക്ക്, ഒരു ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ബുക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു ബുക്ക് എടുത്തു വെക്കുക.
അതിനകത്ത് ഫ്രീക്വൻ്റ്ലി ആസ്കിങ് ആയിട്ടുള്ള CCNA ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, ChatGPTയിൽ സെർച്ച് ചെയ്യാം ഫ്രീക്വൻ്റ്ലി ആസ്കിങ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത്. എന്നിട്ട് അതിൻ്റെ ക്വസ്റ്റ്യന് നിങ്ങൾ എഴുതി വെക്കുക. ChatGPT തന്നെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പല രീതിയിലുള്ള ആൻസേഴ്സും നമുക്ക് കിട്ടും. അത് വെച്ച് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ നിങ്ങൾ അതെന്തായാലും നിങ്ങളൊരു നോട്ട് ബുക്ക്, അതായത് ഒരു ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ബുക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക തന്നെ വേണം, ഒരു ബുക്ക്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ അതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ നിങ്ങൾ ആൻസർ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളിപ്പം ഇതൊക്കെ നമുക്ക് റെഡി, അതായത് ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ് നമ്മൾ ആൻസർ ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ പഠിച്ചതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുക, അല്ലെങ്കിൽ സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരിക, അതിന് നമ്മൾ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ ഇതൊക്കെ വെച്ചാൽ വളരെ എൻട്രി ലെവൽ ക്വസ്റ്റ്യൻസ് നമ്മളിപ്പം ഡീൽ ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഓരോ ടോപ്പിക്കിനെ പറ്റി അതിൻ്റെ അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻ, ഇപ്പോൾ സപ്പോസ് നമ്മൾ എന്താ പറയുക, സപ്പോസ് നമ്മളൊരു ടോപ്പിക് എടുക്കുകയാണ്, VLAN എന്ന് പറയുന്നൊരു ടോപ്പിക് എടുക്കുകയാണ്, അല്ലെങ്കിൽ സ്പാനിങ് ട്രീ എന്ന് പറയുന്നൊരു ടോപ്പിക് എടുക്കുകയാണ്. അതിൽ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. വാട്ട് ഈസ് BPDU, അല്ലെങ്കിൽ വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ റൂട്ട് പോർട്ട് ആൻഡ് ഡെസിഗ്നേറ്റഡ് പോർട്ട് എന്നൊക്കെ പല രീതിയിൽ നമുക്ക് ഈ അഡ്വാൻസ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം. അപ്പോൾ ഓരോ ടോപ്പിക്കിനെ പറ്റി നമുക്ക് അവയർനെസ് ഉണ്ടാക്കി വെക്കും വേണം. അതേപോലെ തന്നെ അതിനകത്ത് വരുന്ന ഫ്രീക്വൻ്റ്ലി ആസ്കിങ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഗ്യാദർ ചെയ്തിട്ട് നമ്മളതിന് ആൻസർ ക്രിയേറ്റ് ചെയ്ത് വെച്ച് പഠിക്കുകയും വേണം. അപ്പോൾ എപ്പോഴും നമ്മൾ ഈവൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും 2 ഇയർ 3 ഇയർ 10 ഇയേഴ്സ് ഓക്കെ, അല്ലെങ്കിൽ 15 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ എന്ന് പറയുന്ന സംഭവം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ചെയ്യാതെ അവർ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ അതിനകത്ത് സെലക്ട് ആവണമെന്ന് നിർബന്ധമില്ല. എത്ര നോളജുള്ള ഒരാളാണെങ്കിൽ പോലും ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് എക്സ്ട്രാ അവർ ചെയ്തു വെക്കേണ്ടത് തന്നെയാണ്. കാരണം നമ്മളൊരു ലൈവിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ജോബാണ് ചെയ്യുന്നത് അതിൽ മാത്രമായിരിക്കും നമ്മൾ എക്സ്പേർട്ടായിട്ടുണ്ടാവുക. അപ്പോൾ ബാക്കിയുള്ള ടെക്നോളജികൾ ചിലപ്പോൾ നമ്മളോട് മറന്നു പോയിട്ടുണ്ടാവാം. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ബ്രഷപ്പ് ചെയ്തിട്ട് നമ്മളത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയുള്ളൂ നമുക്ക് ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.